മതമൗലികവാദികളെ പ്രീണിപ്പിക്കുന്ന കേരളം. ആരായി പറയുന്നേ? നമ്മുടെ മോദിജി. മുസ്ലിങ്ങൾക്കെതിരെ ഇന്നലെയും വർഗീയ വിഷം ചീറ്റിയ മോദിയുടെ നാവ് തിരികെ വായിലെത്തിയിട്ടില്ല. അതിനു മുൻപേ ഇതാ മോദിയുടെ പടം വെച്ച് കേരളം വർഗീയമാണെന്ന പരസ്യം. ഐറണി തൂങ്ങിച്ചത്തു എന്നല്ലാതെ ഇതിനെന്താ പറയാ? CAA വഴി ആർക്കും പൗരത്വം നഷ്ടപ്പെട്ടിട്ടില്ലത്രേ. ആഹാ, കൊള്ളാലോ. CAAക്ക് ഒരു കൂട്ടുണ്ട്, പൗരത്വ രജിസ്റ്റർ. ദേശീയ പൗരത്വ രജിസ്റ്റർ അസമിൽ തയ്യാറാക്കിയപ്പോൾ 19 ലക്ഷം പേരാണ് പൗരത്വത്തിൽ നിന്നും പുറത്തായത്. അതുകൊണ്ട് പൗരത്വ നിയമം നടപ്പിലാക്കുമ്പോൾ പുറത്താവുന്നത് കോടിക്കണക്കിന് മനുഷ്യരാവും എന്നതാണ് വസ്തുത. ഗാസയ്ക്ക് വേണ്ടി റാലി നടത്തിയെന്നതാണ് മറ്റൊരു ആരോപണം. മിസ്റ്റർ മോദി, അത് ഗാസയ്ക്ക് വേണ്ടിയുള്ള റാലിയല്ല, മറിച്ച് ഇസ്രായേൽ അടിമപ്പെടുത്തിയ പലസ്തീൻ ജനതയ്ക്കുള്ള ഐക്യദാർഢ്യമാണ്. പലസ്തീൻ ജനതയോടുള്ള ഐക്യദാർഢ്യം പതിറ്റാണ്ടുകളായി ഇന്ത്യയുടെ വിദേശ നയവുമാണ്. മേഖലയിൽ സമാധാനം പുലരണമെന്ന താൽപര്യമാണ് ഇടതുപക്ഷം മുന്നോട്ട് വെച്ചത്. പക്ഷേ ഏകപക്ഷീയമായി പലസ്തീനെ ആക്രമിക്കുന്ന ഇസ്രായേലിനൊപ്പം നിൽക്കുകയാണ് മോദി സർക്കാർ. രാജ്യമെങ്ങും ആൾക്കൂട്ട കൊലപാതകങ്ങൾക്ക് നേതൃത്വം നൽകുന്ന BJPയാണ് കേരളത്തിലും ആൾക്കൂട്ട കൊലപാതകമെന്ന സാമാന്യവൽക്കരണത്തിന് ശ്രമിക്കുന്നത്. കഴിഞ്ഞ പതിറ്റാണ്ടിലുണ്ടായ ഒന്നോ രണ്ടോ സംഭവങ്ങളിൽ ശക്തമായ നടപടിയാണ് സർക്കാർ എടുത്തത്. കേരള സമൂഹം ആ പ്രതികളെ ഒറ്റപ്പെടുത്തി. രാജ്യത്താകെ നടക്കുന്ന വർഗീയ ആക്രമണങ്ങളെ എന്നും ഇടതുപക്ഷം ശക്തമായി എതിർത്തിട്ടുണ്ട്. ഗുജറാത്തിലും മണിപ്പൂരിലും മുതൽ ഒടുവിൽ തെലങ്കാനയിൽ വരെ നീളുന്നു ഇത്. ഈ വർഗീയ വേട്ടകൾക്ക് നേതൃത്വം നൽകുന്ന സംഘപരിവാറാണ് ഇടതുപക്ഷത്തിന്റെ വർഗീയ വിരുദ്ധതയിലെ അചഞ്ചലമായ നിലപാട് ചോദ്യം ചെയ്യുന്നത്. BJP വർഗീയതയ്ക്കെതിരെ പറയുകയെന്നാൽ കുറുക്കൻ കോഴി സംരക്ഷണത്തെക്കുറിച്ച് പ്രസംഗിക്കുന്നതുപോലെയാണ്. വെറുപ്പിന്റെയും വംശഹത്യയുടെയും ചോരപുരണ്ട കൈകളുള്ള മോദിയുടെ സമാധാനത്തെക്കുറിച്ചുള്ള ലെക്ചർ കേൾക്കാൻ ഒട്ടും താല്പര്യമില്ല സാറേ. എന്തായാലും മലയാളികൾ ചാണകത്തിൽ ചവിട്ടില്ല, അത് തീർച്ചയാണ്.